അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും നാട്ടിലേക്ക് പോവാണ്. ഈ ഒരുപാട് ഗ്യാപ്പ് വന്നുണ്ട്, ഈ വീഡിയോ ഒരുപാട് ഗ്യാപ്പ് വന്നുണ്ട്. ഇത് പിടിക്കുമ്പോൾ എൻ്റെ ലുക്ക് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ക്യാമറയിലോട്ട് സ്ട്രേറ്റ് ചെയ്യും ലുക്ക് വരുന്നത്, ഇങ്ങനെ സ്ക്രീനിലേക്ക് പോകുന്നുണ്ട്. ആ ഡിഫറൻസ് മനസ്സിലാവും. അങ്ങനെ എല്ലാം റെഡിയായി, ബാഗ് റെഡിയാണ്. നമ്മുടെ ബാഗെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നാട്ടിലേക്ക് പോവാൻ തിരിച്ച്. കുളിച്ചിട്ടില്ല, കുളിക്കണം, ഡ്രസ്സ് മാറണം, വണ്ടി താഴെ വരും, സ്ട്രെയിറ്റ് ടു എയർപോർട്ട്, അവിടെ നേരെ നാട്ടിലേക്ക്. ഇനി കുറച്ച് കാലം നാട്ടിൽ തിരിപ്പ് വരുവാണ് ഗായ്സ്. ഇനി നമ്മുടെ പഴയ കണക്കുള്ള ചാളി വീഡിയോസ് ആൻഡ് കോമഡി കണ്ടൻസ്, ഇൻസ്റ്റഗ്രാം റീൽസ് എല്ലാം നമ്മൾ ബാക്ക് ഓൺ ആക്ഷൻ ആയിരിക്കും. അത്ര ബാക്ക് ഓൺ ആക്ഷൻ ആയിരിക്കത്തില്ല, കുറച്ച് അവിടുന്ന് ഇവിടുന്ന് മുട്ടിച്ചതും പിന്നെ എൻ്റെതായിട്ട് കോൺട്രിബ്യൂഷനും ഒക്കെ ഇട്ട് നമ്മൾ വീണ്ടും പഴയ ഒരു ഫ്ലോയിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെയ്യുമായിരിക്കും, മാക്സിമം ചെയ്യാതിരിക്കുന്ന രീതിയില്ല. അങ്ങനെ ഇറങ്ങാണ്. അങ്ങനെ ബൈ കുവൈറ്റ്. ആക്ച്വലി എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ റൂം. കാരണം എൻ്റെ റൂമിൽ നിന്ന് തുറന്ന് ഹാഫ് ഓഫ് ദ കുവൈറ്റിൻ്റെ ഈ സിറ്റിയുടെ പാതി എനിക്ക് കാണാം. ഇത് കണ്ട, ഇത് ജനലിലെ പൊടി കൊണ്ടാണ് നിങ്ങൾക്ക് എത്ര. ഓ മൈ ഗോഡ്, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് പൊടി. ഇത് പൊടിക്കാറ്റായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ജനൽ ഇത്രയും വൃത്തികേടായിട്ടിരിക്കുന്നത്. ഇത് കണ്ടാവും. പക്ഷെ എനിക്ക് ഇവിടുന്ന് മൊത്തം കാണാൻ പറ്റും. ഈ പൊടിക്കാറ്റടിച്ചിട്ടേ മഴയും, ഇന്ന് രാത്രി മഴ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പൊടിക്കാറ്റടിച്ചിട്ട് മൊത്തം ചെളി പോലെ. അപ്പം കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി. ഓ ആ കുളിക്കാൻ പോയ പോക്ക് സമയം 8:30. ആ പോക്ക് ഞാൻ ഒരുപാട് യാത്ര പോയി. അവന്മാരുടെ കൂടെ കറങ്ങാൻ പോയി, ഫുഡ് കഴിച്ച് വന്ന് എനിക്ക് ലൈറ്റായിട്ട് പനി അടിച്ചെന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര തൊണ്ടവേദനയും ഒരു കുളിരും ഒക്കെ. ഇത്രയും നാളില്ലാത്ത ഈ റൂമിനകത്തൊരു കുളിരിക്കും. ഞാൻ വീണ്ടും ഈ സ്ക്രീനിലോട്ടാണ് നോക്കുന്നത്. എല്ലാം റെഡിയാണ്, ബാഗ് റെഡി. ദിസ് ഇസ് എ കോസ്റ്റ്യൂം ഓഫ് കോസ്റ്റ്യൂം റെഡിയാക്കും. അപ്പം ഇറങ്ങുമ്പോൾ വണ്ടി താഴെ വന്നിട്ടുണ്ട് ഓൾറെഡി. താഴെ പോട്ടോ, അവരെല്ലാം കാണണം, കണ്ടിട്ട് ഇറങ്ങട്ടെ. ബൈ ഗൈസ്. അങ്ങനെ ഇതാണ് മെസ്സ്, ഈ സ്റ്റേജസ്. നമ്മൾ സെക്യൂരിറ്റി ഫുഡ് എടുത്ത് എൻ്റെ ബോക്സ് ചെക്ക് ചെയ്തു. സന്തോഷം. വിഷ്ണു ചൂടൊക്കെയാ. किसको? आप लोग रात में भाग रहे हैं, कोई देखे ना पाए. मैं तो रात में थोड़ी भाग रहा है. मैं अकेला जा रहा हूँ, वो तो बाद में जाएगा. हाँ नहीं ऐसा नहीं. हाँ ഇല്ല ഞാൻ ഇതാണ് നമ്മുടെ വണ്ടി. വിഷ്ണുവിനെ ഇവന് ജിമ്മിൽ പോകാണ്ട് ഇങ്ങനെ ഗുണമൊക്കെ ഉണ്ടോ? കാലം പോയല്ലാത്തായിരിക്കും. വിഷ്ണു ചുമ്മാ സീനേ. 22 കിലോ നീ ചുമ്മാ പുഷ്പം പോലെ വൊക്കേഷനേ. ഒറ്റ ബാഗേ ഉള്ളൂ ബ്രോ. അറിയല്ലേ? ഓക്കെ ഗൈസ്, നമസ്കാരം. എടാ ചൂടൊക്കെ ചെറുക്കനെ നോക്കണേ. ഫെൻസിങ് ഒക്കെ നല്ലോണം കേട്ടേ. ചൂടത്ത് ഉരുകി. ഞാൻ അവിടെ ഇരുന്ന് വിളിക്കാം, നാട്ടിൽ ചേട്ട് വിളിക്കാം. പോർക്കകത്ത് നിന്നിട്ട് ഞാൻ വിളിക്കും. ഓക്കെ, ഇതാണ് ക്യാമ്പ്. നമ്മൾ ഇറങ്ങാം. ദാറ്റ്സ് ആൽഡ്രോഫ്. ഈ ആൽഡ്രോഫിന്റെ കഥ ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഞാൻ എന്നിട്ട് വിളിക്കാം. അപ്പൊ ഗൈസ് ഇറങ്ങിയിട്ട് ചെന്നിട്ട് വിടാം. ഇതൊരു സൂപ്പർ സിസ്റ്റം. ഇത് കണ്ടോ, ചൂട് കാലത്ത് ആ സ്പ്രിംഗ്ലർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. വെള്ളമാണത്, നല്ല ചൂടല്ലേ ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് സ്പ്രിംഗ്ലർ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമുക്ക് ആ ഭാഗത്തോട്ട് കയറാം. ബോക്സെല്ലാം റെഡിയാണ്. ഇൻഡിഗോ ആണ് നമ്മുടെ ഫ്ലൈറ്റ്. കുറച്ച് നേരത്തെ ആണെന്ന് തോന്നുന്നത്. 9:30 ഉള്ളൂ. 1 മണിക്കാണ് ഫ്ലൈറ്റ്. നിറയെ ടൈമുണ്ട്. നാല് ഇടി വെട്ടിന് പാമ്പ് കടിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ തിരിച്ച് എൻ്റെ ഫേസ് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ 4 ഫ്ലൈറ്റും അതേപോലെ അഹമ്മദാബാദ്, ഡൽഹി, അതേപോലെ ചെന്നൈ, കൊച്ചി. ആകെ എല്ലാവരെയും പിടിച്ചു ആകെ സീനാക്കും. ഓക്കെ, ഫുള്ള് ക്യൂവാ ബാക്കിൽ വരെ. ഞാൻ നേരത്തെ കാണിച്ച ടൈം ഇപ്പോഴത്തെ ടൈം കൂടെ നോക്കിയേ 10 മണിയായി.
ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. അയ്യോ, ഇതാണ് ഭാഗ്യം കെട്ടവൻ. എവിടെ ചെന്നാലും എരണക്കേട് അച്ചട്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 10:30 മൂഞ്ചാനെ കൊണ്ട് ഞാൻ ഇവിടെ തന്നെ സ്റ്റക്കാണ്. ഒരു ശകലം അനങ്ങിയിട്ടില്ല. ആ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നു. കാല് കഴിച്ചു തുടങ്ങി. ഒരു ശകലം അനങ്ങിയിട്ടില്ല. ഫുൾ ആൾക്കാർ നോക്കും. അയ്യോ, 4 ഫ്ലൈറ്റ് അറ്റ് എ ടൈം ഒരുമിച്ച് നിൽക്കുന്നോണ്ടായിരിക്കും ഇവിടെ നനക്കിയിട്ടില്ല. ബാക്കിലുള്ള ആൾക്കാർ അതേപോലെ തന്നെ നിൽക്കുക. കുറച്ച് സമയത്തോടെ വെയിറ്റ് ചെയ്യുക. അവിടുന്ന് മോചനം. അടുത്ത ഒരു നെടുനീളം ക്യൂ ഒന്ന് പെട്ടിട്ടുണ്ട്. ഇത് മറ്റേത് കുറച്ചുകൂടെ നല്ലത്. ഇത് 12 തുടങ്ങാനായിട്ട് മൊത്തം ആൾക്കാരാണ്. 12 എവിടെ ചെന്നാലും സമയം ശരിയല്ലെന്ന് തോന്നുന്നു. നാട്ടിൽ പോയിട്ട് കൃഷ്ണക്കണിയാനെ ഒന്ന് കാണണം. എന്നാലും ഇനി ഈ ക്യൂ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു അരമണിക്കൂർ മേലെടുക്കും. സമയം എന്ത് 10:36, 11:12 ആകും എനിക്ക് തീരാനായിട്ട്. തീർത്തിട്ട് വരാം കഴിച്ചു. പറഞ്ഞുണ്ടല്ലോ, ഈ ക്യൂ നിൽക്കുന്നവർക്കൊരു മൂഞ്ചി ഏർപ്പാട് വേറെ ഒന്നുമില്ല. ഈ നിൽക്കുന്ന ബംഗാളിക്കൊരു 2 ദിനാറ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവൻ കൊണ്ട് മുമ്പ് നിർത്തുമെന്ന് തോന്നുന്നു. ഇതെല്ലാവരെയും പറഞ്ഞു കൊണ്ടുപോകുന്നു. ഇവനൊരു 5 ദിനാറ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മുമ്പ് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുമെന്ന് തോന്നുന്നു. താങ്ക്സ് അണ്ണേ. അവൻ നമ്മളെ വിട്ടു. ഞാൻ പറഞ്ഞ ഒരു ദിനാറിന് അവൻ കഥ അവൻ കേട്ടെന്ന് തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, മലയാളികൾ. ഓ, ഞാനെന്തിന് പണ്ടേ കൊച്ചിക്ക് വേണമല്ലോ എല്ലാവരും നിൽക്കുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ കണ്ട് ഇതിലൊക്കെ തൂങ്ങി നിൽപ്പുണ്ട് കുറച്ച് പേര്. തട്ടിപ്പോവാ, ഇവിടെ പോയിട്ട് വലിയ പണിയെടുക്കും. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. വേറെ ഒരു ബംഗാളി കിട്ടിയാൽ അവനോട് ഒരു കടി ഓഫർ ചെയ്തിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയി നിൽക്കായിരുന്നു. സത്യം പറഞ്ഞാൽ പണ്ട് പഴനി പോകുമ്പോഴും മറ്റേ തമിഴ്നാട്ടിൽ പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇതേപോലൊക്കെയുള്ള ക്യൂ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതേപോലൊക്കെയുള്ള എല്ലാ ക്യൂ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ കറങ്ങി അവിടുന്ന് കറങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി തോന്നില്ല. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അഹമ്മദാബാദ് അതിൻ്റെ അപ്പുറത്ത് കൊച്ചിയുണ്ട്, കാണാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഇവിടെ കുറച്ച് തോന്നുന്നുണ്ട്. ആൾക്കാർ പറഞ്ഞിടാൻ വന്നത് മലയാളി ഞാൻ തോന്നുന്നു പുള്ളിയെ കണ്ടിട്ട്. അതുകൊണ്ട് ഇതിനകത്ത് നിൽക്കുന്നവർക്ക് സന്തോഷവും ഇതിനകത്ത് നിൽക്കുന്നവർക്ക് ചെറിയ സങ്കടമാണ്. അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഞാൻ ആലോചിച്ചു. ക്യൂ ഫ്രണ്ടിലോട്ട് പോയി കഴിച്ചു. മിക്കവാറും ക്യൂ നിൽക്കുന്നതിന് മുമ്പ് ഈ പുള്ളി ഇടിയാൻ മേടിക്കും. ഉറപ്പാ, പുള്ളി എന്നെ പിടിയിടിക്കും ഉറപ്പാ. ഈ സാധനം ഒരു 5-6 വട്ടം പുള്ളിയുടെ കല തട്ടുന്നുണ്ട്. ഓ മൈ ഗോഡ്, എൻ്റെ പെട്ടി പൊട്ടി. ഓ ഷിറ്റ്. ഓ മൈ ഗോഡ് ഗായ്സ്, എൻ്റെ പെട്ടി പൊട്ടി. വരുന്ന വഴിക്ക് ഒരു സുഡാനിയായിട്ടുള്ള കൂട്ടിയിട്ട് എൻ്റെ പെട്ടി ഒന്ന് തറയിൽ വീണിരുന്നു. അതിനെൻ്റെ പെട്ടിക്ക് തൂട്ട വീണു. ഓ മൈ ഗോഡ്, ഇനി ഞാൻ എന്ത് ചെയ്യും? ഐ എം ട്രാപ്ഡ്. കുഴപ്പമില്ല, ജാക്കറ്റ് വെച്ച് മറയ്ക്കാം. പനി കാരണം ജാക്കറ്റ് തന്നെ. ഈ പൊരി വീഴത്ത് ജാക്കറ്റ് ഉണ്ടെന്ന് അയാൾ നോക്കിയിരുന്നു. കുറച്ച് മുമ്പോട്ട് വന്നിട്ടുണ്ട്, കുറച്ച് ഫ്രണ്ടോട്ട് നോക്കാം. ബംഗാളി തിരിച്ചു വന്നിട്ടുണ്ട്. യെസ്, പക്ഷെ അവൻ ഇങ്ങോട്ട് നോക്കുന്നില്ല. തിരിച്ചു കളിച്ച് അങ്ങോട്ട് പോയി. ഓ മൈ ഗോഡ്, അവൻ ബംഗാളിയല്ല, അവനൊരു പാസഞ്ചറാ. ഇപ്പൊ അവൻ്റെ അടുത്ത് ചോദിച്ചു ഇടി മേടിക്കണം. മിക്കവാറും ക്യൂ കയറുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ മേടിച്ച് കിട്ടും. ഓ മൈ ഗോഡ്, 10:36 നോക്ക്, 11:20 എന്നിട്ട് ഞാൻ ഇതുവരെ കൗണ്ടറിലെത്തിയിട്ടില്ല. കൗണ്ടർ സ്റ്റില്ലോൺ ഭയങ്കര റഷാണ്. ആകെ 3 1 2 3 4 5 6 ഓപ്പൺ ആയിട്ടില്ല. 6 എത്ര ആൾക്കാർ അറൗണ്ട്. ഇത് ഫുൾ ആൾക്കാരാണിത്. എനിക്ക് തോന്നുന്നു 12 മണിയാവും തോന്നുന്നുണ്ട്. വിശക്കുകയും ചെയ്യുന്നുണ്ട്. ലൈറ്റായിട്ട് പനിയുള്ള കാരണം എന്താ പറയാനെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ കാത്തുണ്ട്. ഇനി ഈ ബംഗാളിക്ക് ഇവനൊരു 500 ഫിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ സെറ്റാവും. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ബാഗ് ഡാമേജ് കിട്ടി. അവനെ സുഡാനിയെ കാണുമോ ഇടിക്കുമല്ലോ, ഞാൻ ഉറപ്പാണ്. അവനെൻ്റെ ബാഗ് തള്ളി താഴെയിട്ട് പൊട്ടിച്ച്. ഇനി നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗേറ്റ് നമ്പർ 4 ആണെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, എത്രയാണെന്ന് നോക്കണം. നോക്കിയിട്ട് വാഷ്റൂമിലൊന്ന് പോകണം. അത് കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക്. എന്താ ക്യൂ? ഇവനാ മറ്റേ ആൾ അല്ല, ഇവനല്ല, ഓർത്തണം. ഓ, എന്നെ അവിടെ പിടിച്ചില്ല.
ഇനി നമ്മൾ അടുത്ത എങ്ങോട്ടാണ്? അടുത്ത ലഗേജ് പോയിട്ടുണ്ട്. അടുത്ത സെക്യൂരിറ്റി ചെക്കാ. ഈശ്വര പാൻറ് ലൂസും ആണല്ലോ. ബെൽറ്റ് പോലിപ്പോൾ പാൻറ് ഒരു തറയപ്പായിരുന്നാ മതിയായിരുന്നു. മിക്കവാറും എൻ്റെ മൊബൈൽ പിടിച്ച് മേടിക്കും ഇവിടെ. ആ നിന്ന ആൾ നേരത്തെ വീഡിയോ കണ്ടില്ല, അയാൾ നോക്കുന്നുണ്ടായിരുന്നു. ഫോണ് താഴെ വെക്കാൻ പറഞ്ഞു. അതാണ്ടിരിക്കുന്നവൻ ഇവനെ എൻ്റെ അടുത്ത് ഫോണ് താഴെ വെക്കാൻ പറഞ്ഞു. കഴിഞ്ഞ വട്ടം പോയപ്പോൾ അവിടെ ആയിരുന്നു. ഓ ഷിറ്റ്, സ്ഥലം മാറിപ്പോയി. അവൻ നിൽക്കുന്ന അതിനകത്തോട് വേണം പോവാൻ. ഫോണ് കാത്തു വെക്കാം, അല്ലെങ്കിൽ പിന്നെ അവനെന്തോ തോന്നുമല്ലേ, മോശമല്ലേ. ഫോണ് കാത്തു വെച്ചേക്കാം, അതിനകത്ത് കേട്ട് വീഡിയോ എടുക്കാൻ കഴിച്ചു. ഒന്നും പറയണ്ട, നിക്കറൊരു അയപ്പിച്ചു അവിടെ. നിക്കറ് അയപ്പിച്ചൊന്നും പറ. അവതരം ബാഡായി. പുള്ളിക്കാരിക്ക് ഭയങ്കര നിൽക്കുന്ന പുള്ളിക്കാരി ഭയങ്കര കൺഫ്യൂസ്ഡ് കേട്ടോ. പുള്ളിക്കാരിക്ക് ഒന്നും കൊണ്ട് ഇതാകത്തില്ല. പുള്ളിക്കാരി 2 തൊട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. കേട്ടില്ല? അവിടെ ഒന്നും പറയാൻ ആകെ ബാഡ് വൈവാണ് മൊത്തം. ഓക്കെ, ഇനി വെയിറ്റിംഗ് ടൈമാണ്. ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ, ഒന്ന് ഉറങ്ങട്ടെ. നല്ല ക്ഷീണമുണ്ട്. സാധാരണ ഒരു എൻ്റെ ലുക്ക് മൊത്തം ആ സ്ക്രീനിലോട്ടാണ് പോകുന്നത്. കുറേ നാൾക്ക് ശേഷം വ്ലോഗ് ചെയ്യുന്നുണ്ടാന്ന് തോന്നുന്നുണ്ട്. ആദ്യം എന്നോട് ഷൂ അഴിക്കാൻ പറഞ്ഞു, പിന്നീട് ബെൽറ്റ് അഴിക്കാൻ പറഞ്ഞു. സാധാരണ ബെൽറ്റ് അഴിക്കുന്നേ എന്തോ പറ്റിയെന്നാ, ബെൽറ്റ് അഴിക്കാൻ മറന്നുപോയി. പിന്നെ കയ്യിൽ കിടക്കുന്ന ചെയിൻ അഴിക്കാൻ പറഞ്ഞു. ഈ റിങ്ങില്ലേ, ഈ സാധനം ഇതഴിക്കാൻ പറഞ്ഞു. ആകെ നല്ലൊരു കിടിലം പെങ്കൊച്ചുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ട് വെച്ച് ബെൽറ്റ് അഴിക്കേണ്ടി വന്നു. പാൻ്റ് അന്നേ ലൂസ് വരുന്നു. ഒരു കൈ കെട്ടിങ്ങനെ പാൻറ്റെ പിടിച്ച് ബെറ്റൊക്കെ ഇട്ട് പാസ്പോർട്ട് ഇതുവരെ അവിടെ പിടിച്ച് ആകെ നാണക്കേടെ ബാഡ്. എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ശോകം പരിപാടി ചെയ്തു. ഇനിയൊരു റീൽ എടുക്കണം. 2024 ലാസ്റ്റ് വന്നത്. അപ്പം റീൽ എടുത്തിരുന്നു. മീൻസ് അന്ന് വീഡിയോ ഒക്കെ എടുത്തതിൻ്റെ ബാക്കിൽ റീൽ ഇട്ടിരുന്നു ഞാൻ. അതിൻ്റെ കണ്ടിട്ട് കാണാത്തവർ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. പോവും താഴെ ഞാൻ പിൻ ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കയറി ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. ചുമ്മാ ഇരിക്കുമല്ലോ, ഞെക്കി അങ്ങോട്ട് വിടന്ന് അങ്ങോട്ട് കയറി റീലൊന്ന് കണ്ടേ. റീൽ ഷൂട്ടിട്ട് പോരാം. എൻ്റെ ഒരിക്കലും തീരാത്ത ക്യൂ ആണല്ലോ. അതെ, ക്യൂ നിന്നില്ല മുടിയും ഇവിടെ ഇത്രയും നിന്നിട്ട് വീണ്ടും ഇത്രയും ക്യൂ. ഇനി കയറിയിട്ട് അതിനെ തിരിക്കണമെന്ന് തോന്നുന്നു. ഒന്ന് 15-നാണ് ഫ്ലൈറ്റ്. എന്നെ മാത്രം എല്ലായിടത്തും പിടിച്ചു നിർത്തണം കഴിയും. ഇവരെല്ലാം വിട്ടു, എന്നെ മാത്രം ഇവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നെ മാത്രമല്ല ഈ 2 പുള്ളിക്കാർ. എനിക്ക് തോന്നുന്നു ഈ ട്രോളി ബാഗ് ആണെന്ന് തോന്നുന്നു പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എൻ്റെ ബാഗ് ഇവിടെ മേടിക്കുകയാണ് കഴിയും. എൻ്റെ ബാഗിൽ കൊച്ചി ചെന്ന് തരാമെന്ന് പറഞ്ഞു. എൻ്റെ ബാഗ് തന്നോക്കാൻ പോകുന്നു കഴിച്ചു. പിടിച്ചു ഒന്നും പറയണ്ട, അവിടെ ആകെ പെട്ടു. ഞാൻ കേട്ടത് തെറ്റാ. ബാഗ് ഇവിടെ കൊടുക്കണം. ഇവിടെ കൊടുത്ത് ലോക്ക് ചെയ്തിട്ട് ബാഗ് ഇവിടെ കൊടുക്കണം. അത് കൊച്ചിയും തരാമെന്ന് ബാഗ്. ഞാൻ ഒന്ന് ലോക്ക് ചെയ്തിട്ടേ കേസ്. ഫോൺ പിടിച്ചൊന്നും ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലോക്ക് ചെയ്ത ആശാനെ ലോക്ക് ചെയ്തു. ഞാൻ ആണെന്ന് തുറക്കാൻ പറ്റില്ല. ഒരിക്കലും തുറക്കരുത്. നമ്മുടെ ചേട്ടാ ബാഗ് വെച്ച് തരണേ. ഈ പുള്ളി എന്നോട് ഫോൺ ഓഫ് ചെയ്യാൻ പറയുന്നു. പുള്ളിക്ക് ഫോൺ ഓഫ് ചെയ്യല്ലേ. പറഞ്ഞാൽ കേൾക്കാത്തൊരു ശീലമാണല്ലോ. ഞാൻ ഓൺ ചെയ്യും. പണ്ടേ എന്തോ പറയുന്നത് കേട്ട് ശീലമില്ല. പുള്ളിയുള്ള പാണ്ടൊക്കെ ഇട്ട് കാണിച്ച് പുള്ളിക്കാരി ഒന്നും കാണാനും പറ്റുന്നില്ല. പൊക്ക് പുള്ളിയുള്ള കഴുത്ത് വെച്ചിട്ട് ഓക്കെ ബൈ പോയി. ആ എയർ ഹോസ്റ്റസ് എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ സീറ്റ് നമ്പർ 8A ആണ്. 678. നല്ലല്ലോ പിള്ളേരുടെ അടുത്ത് അയക്കണേ. തേഞ്ഞ് ഫാക്ടറീസ് അതങ്ങനെ വരും. എനിക്കറിയാം നല്ലൊരു പ്രൊമോഷൻ തന്നെ. പക്ഷെ ഫ്രണ്ട് പോയി കുഴപ്പമില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം.
അങ്ങനെ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയിലേക്ക് ഇറങ്ങി. ഇമിഗ്രേഷൻ കഴിഞ്ഞ് കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഇറങ്ങി. വീണ്ടും മലയാള തനിമയുള്ളൊരു ഒരു സാരി രൂപ കണ്ടിട്ട് എത്ര നാളായി. എന്താ സൂചിച്ചേട്ടാ ഒരു സൈഡ് വരവ് എന്തോ. അങ്ങനെ കേരളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. മിസ്റ്റർ പൊറിജൽ ജിത്തുകാടനെ വിളിക്കാൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ചിരി നോക്ക്. ഫ്ലൈറ്റ് ഭയങ്കര ദുരിതമായിരുന്നു. 1 മണിക്കൂർ എണ്ണിട്ട് മേളിട്ട് കറക്കി ഞങ്ങളെല്ലാവരും അവിടെ. മഴയും അത് ഒരു പുള്ളിക്കാരനുണ്ടല്ലോ, പുള്ളിക്കാരൻ ഓരോ തവണയും ഫ്ലൈറ്റ് താഴ്വഴിക്കുന്ന സീറ്റ് ഞെക്കി പിടി ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച്. ഭയങ്കര 1 മണിക്കൂർ മൊത്തത്തിൽ 2 മണിക്കൂർ ഡിലേ ആയി. ഡിലേ ആയിട്ട് ഇപ്പൊ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കൊന്നുമില്ല. എന്നാലും കൊടുത്തിരുന്ന ടൈമിൽ കുറച്ച് ലേറ്റ് ആയി, അത്രേ ഉള്ളൂ. ജിത്തു റോക്കറ്റ് അല്ല, കാറാണ്, പയ്യപ്പോയതി വന്നതിന്റെ പേടിച്ചാവും ഇനി കൈ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോ ഈ വ്ലോഗ് ഇവിടെ വരെ ഉള്ളൂ. ഇനി ഇവിടെ നിന്നാണ് വ്ലോഗുകളുടെ തുടക്കം. സ്റ്റേ ട്യൂൺ.